തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റാൻ 1937 സ്ഥാപിച്ചതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. ദിവാൻ CP രാമസ്വാമി അയ്യരുടേതായിരുന്നു ആശയം. 1965 മാർച്ചിൽ അത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി. ലണ്ടനിൽ നിന്നെത്തിച്ച കോമറ്റ് ഷാസിയിൽ പെർക്കിൻസ് ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച ബസ്സുകളുടെ സ്ഥാനത്ത് ഇന്ന് ഓർഡിനറി മുതൽ സ്കാനിയ വരെ വ്യത്യസ്ത ശ്രേണികളിലായി 6304 ബസ്സുകൾ, 35,000-ലധികം ജീവനക്കാർ, താണ്ടുന്നത് ദിനേന 17 ലക്ഷം കിലോമീറ്റർ. പ്രൈവറ്റ് സെക്ടർ കുഴപ്പമായതുകൊണ്ടാണല്ലോ ഈ ട്രാൻസ്പോർട്ട് തിരുവിതാംകൂർ തന്നെ ആരംഭിച്ചത്. ഈ ബസ്സിൻ്റെ കാലത്ത് അന്ന് ഗവൺമെൻറ് കാലത്ത് TV തോമസ് ആയിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് നടന്നതാണ്. ഗവൺമെൻറ് സഹായമൊന്നും ഇല്ലാതെ തന്നെ നടന്നതാണ്. ആനവണ്ടി എന്ന വിളിപ്പേരുമായി മലയാളി ജീവിതത്തിന്റെ ഭാഗമായ KSRTC പക്ഷേ സർക്കാരിന് ഖജനാവ് മുടിക്കുന്ന വെള്ളാനയാണ്. ഓരോ മാസവും ശമ്പളവും പെൻഷനും നൽകാൻ ഡിപ്പോകൾ പണയം വെക്കുന്ന സ്ഥിതി. പല സർക്കാരുകൾ വന്നിട്ടും രക്ഷപ്പെടാതെ ചക്രശ്വാസം വലിക്കുകയാണ് ഐക്യ കേരളത്തെക്കാൾ പ്രായമുള്ള KSRTC. ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.